Flashback. கிடைச்ச வண்டியில ஏறி நினைச்ச இடத்துக்கு போக முடியாதுங்க. എനിക്ക് വേറെ പൈസ അതൊന്നുമല്ല. എനിക്ക് വിജയ് സാറിനെ ഒന്ന് കാണണം. ബിഗിലിന് ഓഡീഷന് പോയി ലിയോയ്ക്ക് പോയി. അതാണ് ഈ മുടിയും താടിയും വളർത്തിയത്. நமக்கான ட்ரெயின் வரணும்னா நாம கொஞ்ச நேரம் പ്ലാറ്റ്ഫോമിൽ നിന്ന് தான் ആകണം. ഉണ്ണിക്കണ്ണൻ മകളുടെ വിജയ് സാറിനെ കണ്ടു. ലൊക്കേഷനിലാണ്, കോസ്റ്റ്യൂമിലായതുകൊണ്ട് ഫോട്ടോയും വീഡിയോ ഒന്നും മൊബൈലിൽ അവിടെ ലൊക്കേഷനിലേക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവർ വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോ ഉണ്ട്. വിജയണ്ണൻ എന്നെ സെറ്റിന്ന് തൊഴിൽ കയറ്റിട്ടാണ് കൊണ്ടുവന്നത്, കാരവനിൽ കൊണ്ടുവന്ന്. The next day. ഉണ്ണിക്കണ്ണൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഫോട്ടോ പോസ്റ്റ് ചെയ്തു. പക്ഷെ ഇത് എഡിറ്റഡ് ഫോട്ടോ ആണെന്നുള്ളത് ഓൾമോസ്റ്റ് ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പക്ഷെ ഉണ്ണിക്കണ്ണനെ അറിയാവുന്ന പേഴ്സണലി, ഉണ്ണിക്കണ്ണനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരൊക്കെ പറയുന്നത് ഉണ്ണിക്കണ്ണൻ ഒരിക്കലും നുണ പറയാറില്ല. ഞാൻ ആരെയും സാധിക്കില്ല, ആരെയും സാധിക്കാൻ പറ്റില്ല എനിക്ക്. End of flashback. ഉണ്ണിക്കണ്ണൻ വിജയരോട് ഫോട്ടോ എടുത്തത് അന്ന് മമത കമന്റ് ഇട്ടില്ലായിരുന്നു, അത് റിയൽ ആണോ? അതെ, ഞാൻ കമന്റ് ഇട്ടായിരുന്നല്ലോ, അത് റിയൽ ആണ്. ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, സാറിനെ കണ്ടു, ഫോട്ടോ എടുത്തു. ഒരു എനിക്കൊന്ന് പടം റിലീസായി കഴിഞ്ഞിട്ട് ആ ഫോട്ടോ ഒക്കെ വരുന്നത്. ആണല്ലേ? അതെ, വിജയ് സാറിനെ കാണുകയും ചെയ്തു, ഫോട്ടോ എടുക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു സാറ് കോസ്റ്റ്യൂമിലാണ്, അതുകൊണ്ടാണ് അത്. എന്നെ അവൻ ഓർമ്മിക്കുന്നു എന്ന സന്തോഷത്തിൽ ഇനി എനിക്ക് ജീവിക്കാം. അത് മതി, അത് മാത്രം മതി എനിക്ക്. ഉണ്ണിക്കണ്ണൻ മകളുടെ ഹൃദയം നിറഞ്ഞുമ്മ. நமக்கான ட்ரெயின் வரணும்னா நாம கொஞ்ச நேரம் பிளாட்ஃபார்ம்ல நின்று தான் ஆகணும்.